ഞാനിന്ന് കാലത്ത് സിംഗപ്പൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. എനിക്കിവിടെ ആരെയും പരിചയമില്ല. അതാണ് ചോദിച്ചത്. നിങ്ങൾ ആരാണ്? എന്ത് വേണം? എന്റെ ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. അത് തിരിച്ചു വാങ്ങാൻ വന്നതാണ്. എന്റെ അനിയൻ ശ്രീകുമാറിന്റെ കയ്യിൽ കൊടുത്തതാണോ? അതെ. എന്റെ അനിയൻ വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നറിഞ്ഞ് ഓടിയെത്തിയവനാണ് ഞാൻ ആകെ തളർന്നിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ പുസ്തകം അന്വേഷിച്ചു വന്നാൽ ആട്ടെ, ഞാൻ സൗകര്യം പോലെ പുസ്തകം തിരഞ്ഞു പിടിച്ചോളാം. എന്താണ് പുസ്തകത്തിന്റെ പേര്? എന്റെ കഥ. ഞാൻ കണ്ടുപിടിച്ചോളാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. പേരും വിലാസവും തന്നാൽ പുസ്തകം ഞാൻ അവിടെ എത്തി. പേരും വിലാസവും ആ പുസ്തകത്തിലുണ്ട്.
സംഗീതം പ്രപഞ്ചവീണാ തന്ത്രിയിലാദ്യം ഉയർന്ന സംഗീതം പ്രണവ സംഗീതം ശ്രുതിയുണർന്നു സ്വരമുണർന്നു ഉണർന്നു നാദബ്രഹ്മം പ്രപഞ്ചവീണാ തന്ത്രിയിലാദ്യം ഉയർന്ന സംഗീതം പ്രണവ സംഗീതം ശംഖുലി പൊങ്ങി യവനിക നീങ്ങി സൂര്യദേവനരങ്ങേറി ശംഖുലി പൊങ്ങി യവനിക നീങ്ങി സൂര്യദേവനരങ്ങേറി ഉടുപഥത്തിൽ തുടികൾ മുഴങ്ങി കനക ചിലങ്കകിലുങ്ങി പ്രപഞ്ചവീണാ തന്ത്രിയിലാദ്യം ഉയർന്ന സംഗീതം പ്രണവ സംഗീതം തമസിലെങ്ങോ തപസിരിക്കും ധരിത്രി കണ്ണു തുറന്നു തമസിലെങ്ങോ തപസിരിക്കും ധരിത്രി കണ്ണു തുറന്നു ദിനനാഥന്റെ പദവിന്യാസം അവളുടെ മാറിലമർന്നു അവളുടെ മാറു ചുരന്നു ലഹരി സർഗ ലഹരി ജീവൽ സ്പന്ദന ലഹരി തിത്തകജനു താം തിത്തകജനു താം തതാം 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 തത്തജം തകതജം തജം തജം തകതജം തജം തകതജം തജം തകതിമി തകജനു തകതിമി തകജനു തകതിമി തകജനു തകതിമി തകജനു തകതദീങ്കിന തത തകതദീങ്കിന തത തകതദീങ്കിന തത പ്രപഞ്ചവീണാ തന്ത്രിയിലാദ്യം ഉയർന്ന സംഗീതം പ്രണവ സംഗീതം അവളുണർന്നു മതിമറന്നു അഖണ്ഡ നർത്തനമാടി അസുലഭ സുന്ദരം ഈ മുഹൂർത്തം ഇവിടെ ആരംഭം ജീവിതാരംഭം അനുസ്യൂതം അവിരാമം അഭംഗുരം ഈ പ്രവാസം ജീവിതവാഹിനി പ്രവാഹം.
അല്ല എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഈ ഡാൻസുകാരെ ഉഷ ഒന്ന് കാണണം. ഡാൻസ് വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കാൻ വന്നതാണ്. ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ അഭിനന്ദനം. ഉഷയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് നേരിട്ട് പറയണം. ബഹളം വെക്കരുത് പ്ലീസ്. അച്ഛനെ, ഞങ്ങൾ ബഹളം വെക്കാൻ വന്നതൊന്നുമല്ല. യു ആർ റോങ് അല്ലേ? പിന്നല്ല, ഞാൻ ഉഷയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾറൈറ്റ്. ഞങ്ങൾക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഗ്രീൻ റൂമിൽ വരാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. എന്നാ അണ്ണ ഒരു കാര്യം ചെയ്യും, ഉഷയോട് ഇങ്ങോട്ട് വരാൻ പറ. നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വന്നിരിക്കണം? അയ്യോ, കുഴപ്പമുണ്ടാക്കാനോ? ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ ഞങ്ങൾ വളരെ ഡീസന്റ് ആണെന്ന്? അത് മനസ്സിലായി, വളരെ ഡീസന്റ് ആണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും താഴ്മയായി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ താൻ സമ്മതിക്കില്ല എന്നർത്ഥം. അങ്ങനെ തന്നെ. അഥവാ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയെന്ന് വെച്ചു, ഉഷയെ കണ്ട് സംസാരിച്ചെന്ന് വെച്ചു, താൻ എന്തോ ചെയ്യും? തല്ലോ? കണ്ടേന്ന് അറിയണം. ഒരു കൈ നോക്കണ ബാബു. വേണ്ടടാ. പിന്നെ ഇതിനിറങ്ങി എന്തിനാണ്? വിത്തരടാ പാവം, പോട്ടെ. സാറേ, ഈ ഹോളിനപ്പുറത്തും ഒരു ലോകം ഉണ്ടോ നോക്കണം. വേണ്ട, അവനൊരു അലവലാതിയാടേ. പിന്നെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, സാറിനോടല്ല പറഞ്ഞേ. സാറ് കയറിയട്ടെ. കേറാശാനെ, സാറവിടെ ഇരിക്കട്ടെ ഹെൽമെറ്റ്. അയ്യോ പാവം. ഇനി സാർ ഇറങ്ങിയാട്ടെ. സാറാമ്മ ഇറങ്ങണം. ഇറങ്ങിയത് നിങ്ങൾക്ക് എന്ത് വേണം? പറയാം, ഇത് വാങ്ങണം. എന്താണിത്? കണ്ടില്ലേ, പൂച്ചൻ. ഉഷയുടെ ആരാധകരായ ഞങ്ങളുടെ എളിയ ഉപഹാരം. രാത്രിയിൽ വഴിയിൽ തടഞ്ഞു വെച്ചാണോ ഉപഹാരം തരൽ? സ്റ്റേജ് വെച്ച് തരാൻ ഉദ്ദേശിച്ചതാ, പക്ഷേ നിങ്ങളുടെ മാനേജർ സമ്മതിച്ചില്ല. ദാറ്റ്സ് മൈ ഇൻസ്ട്രക്ഷൻ. എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളെ പോലുള്ള ആരാധകരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ നിങ്ങൾ ആർക്ക് തന്നെ നൃത്തം ചെയ്യുന്നത്? നിങ്ങൾ നൃത്തത്തെ ആരാധിച്ചുള്ളൂ, സന്തോഷം. പക്ഷെ ദയവായി നർത്തകികളെ ആരാധിക്കാൻ തുടങ്ങരുത്. വെൽ സെഡ്. ഉഷയ്ക്ക് നൃത്തം മാത്രമല്ല, സാഹിത്യം അറിയാൻ തോന്നുന്നു. തമാശ കളയും. ഞാൻ ഈ പൂച്ചെണ്ട് വാങ്ങിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവും. അതെ. എന്ത് തരൂ? ഒന്ന് ചിരിച്ചൂടെ? ഓ, ചിരിച്ചല്ലോ, അത് മതി. സന്തോഷം. ഇതെന്ത് മര്യാദ? ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? താങ്ക്സ്. അയ്യോ പാവം, സാറിന്റെ പോക്ക് കണ്ടില്ലയോ? സാറങ്ങ് ചമ്മിപ്പോയി. നീ വെറുതെ മെനക്കാത്ത അത് കേട്ടോ. നമുക്ക് വേറെ സബ്ജക്ട് സംസാരിക്കും. ഇല്ല, എനിക്കിപ്പോ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. ഉഷ, ഐ മേക്ക് ഇറ്റ് എ ചാലഞ്ച്. എന്തോന്ന് ചാലഞ്ച്? ഞാനിത് പുല്ലുപോലെ കാണിച്ചു തരാം. എങ്ങനെ? എങ്ങനെ? നാളെ കാലത്ത് പൂക്കാരന്റെ വേഷത്തിൽ അവൾക്ക് ഈ പൂ വിൽക്കുകയും ചെയ്യും, കാശ് ലാഭിക്കുകയും ചെയ്യും. ഐ എം സീരിയസ്. ഇതിന് വേഷം കെട്ടലൊന്നുമില്ല. വെറ്റ് വയ്ക്കുന്നു. ഹൗ മച്ച്? 100 രൂപ. ഞാനില്ല. ദാസ്, ഞാനില്ല. രമേശ്, നീ തോക്കും, 100 രൂപ കളയുകയും ചെയ്യും. അത് വേണം. ഞാൻ തോക്കാനോ? ധൈര്യമുണ്ടെ കൈയടി. പക്ഷെ ഒരു കണ്ടീഷൻ, നീ തോറ്റാൽ ഞാൻ എഴുതുക. ഓക്കെ? എന്നാ ഞാൻ പോകട്ടെ. കാപ്പ് കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി താമസിച്ച മാനേജർ ഒന്ന് വേളുണ്ടാകും. പോട്ടെ. എന്താ ഇത്ര വൈകിയത്? വഴിയിൽ വെച്ച് ഒന്നുമില്ല അച്ഛാ. ശങ്കരൻകുട്ടി, നീ പോയി. ശ്രമിക്കണ്ട, നീ അകത്ത് പോ. അച്ഛാ, ഇനി എന്താണ് പറ? വഴിയിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് കാറ് പറഞ്ഞു, അത്രേ ഉള്ളൂ. കാർ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദ്യം ചെയ്യുന്നതിന് ഇടയിൽ നീ കയറി വരുന്നതിനാ?
ആരാണ് അവർ? ഒന്നും ഉണ്ടായില്ല അച്ഛാ. ഒന്നും ഉണ്ടായില്ലെന്നു നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? എടാ കാറ് പറഞ്ഞു വെച്ചു വെച്ചാൽ മാർഗതടസ്സം. മാർഗതടസ്സം വകുപ്പ് തന്നോ? അറിയില്ലേ? നിനക്ക് എന്നെ അറിയാമോ? റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ഗോവിന്ദക്കുറുപ്പ് സാർ. റിട്ടയർ ആയെങ്കിലും വകുപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാർഗതടസ്സം വകുപ്പ് 118, കുറഞ്ഞത് 6 മാസം കണ്ണു തടവ്. പിന്നെന്തുണ്ടായി? പിന്നെന്തുണ്ടാകാനാ? ഒന്നും ഉണ്ടായില്ല. നിന്നെ കണ്ടാൽ ഇപ്പൊ ഒരു കള്ളസാക്ഷിയുടെ ലക്ഷണമുണ്ടല്ലോടാ. കള്ളസാക്ഷി പറയുന്നു കുറ്റോ പറയാമോ? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എത്ര ധൃതിയുണ്ടെങ്കിലും മൊഴി പറയാൻ ഇവിടുന്ന് പോകാനൊക്കത്തില്ല. അച്ഛാ അയാൾ പൊയ്ക്കോട്ടെ. താമസിച്ച മാനേജർ അയാളെ പിരിച്ചുവിടും. ശങ്കരൻകുട്ടി പൊയ്ക്കോ. നടന്നാ ഞാൻ പറയാം. എന്നാ പറഞ്ഞു തോലയ്ക്ക്. അവര് കാറ് തടഞ്ഞു നിർത്തുന്നുള്ള നേരാണ്. പക്ഷെ എന്നെ ഉപദ്രവിക്കാനല്ല. പിന്നെ എനിക്കൊരു പൂച്ചണ്ട് തരാനായിരുന്നു. പച്ചക്കള്ളം പച്ചക്കള്ളം പച്ചക്കള്ളം. അർദ്ധരാത്രിയിൽ സംഘം ചേർന്ന് മാർഗതടസ്സം ഉണ്ടാക്കി പൂച്ചണ്ട് തരികയോ? ഇതിന് സതുദ്ദേശമില്ലെന്ന് മാത്രമല്ല ദുരുദ്ദേശവും മാനഹാനിയും പെടും. അയ്യോ എന്തൊന്നും കുറ്റങ്ങൾ. മാനഹാനി ഒന്നും ഉണ്ടായില്ല അച്ഛാ. എന്നിട്ട് ആ ചെറുപ്പക്കാർ വന്ന പൂച്ചണ്ട് എവിടെ? അത് കാറിൽ വെച്ച് മറന്നുപോയി. കേട്ടാ കുഞ്ഞലക്ഷ്മി, മോളുടെ വാദം പറച്ചില്ലേ? ഇത് പണ്ടാകൾ പറയലേ, വക്കീലിന്റെ വാദം പൊടി പിടിച്ചു. പക്ഷെ കേസ് പറ്റുപോയി. ഓ, നിങ്ങളുടെ ഒരു വാദവും കേസും. അവർക്ക് വിശക്കുന്നുണ്ടാവും. മോള് വാ, വന്ന് വല്ലതും കഴിക്കും. വാ. അമ്മ ഉറങ്ങിയെങ്കിൽ ഭാഗ്യം. ആറിന് ശബ്ദം കേട്ട് അമ്മ ഉണരില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ശബ്ദം ഉണ്ടാക്കാതെ കാളുകൾ അലയാത്തിട്ട് തരാം. കുഴപ്പമില്ലല്ലോ. എവിടെ എവിടെ മുൻവശം അവിടെ. ചാർലി പതുക്കെ. കുഴപ്പമില്ല. പോയി ഇത്രയും നേരം നീ എവിടെയായിരുന്നു? സമയം എന്തായി? കാറ് വഴി കേടായി കിടന്നു. പിന്നെ കൂട്ടുകാർ തള്ളിയാ എവിടെ? എടാ, രമേശ് ഉണ്ടായിരുന്നോ കൂടെ? അവനിങ്ങോട്ട് വരട്ടെ. അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുന്നുണ്ട്. എന്താ പാവം? വേറെ ആരുണ്ടായിരുന്നു? എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ ഓരോന്നിനും. എവിടെ പോന്നു? വേണ്ട വേണ്ട വേണ്ട, നീ അവരെ കൂടെ പൊയ്ക്കോ. അതിന് അവരെല്ലാം പോയില്ലേ അമ്മേ? എന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് പറഞ്ഞേക്കാം. വെറും വൈകിട്ട് തലല്ലേ അമ്മേ? വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലേ? ഒരു കാപ്പി കുടിച്ചു. ആഹാ, ഒരു കാപ്പി കുടിച്ചില്ലേ? അത് മതി. ഇവിടെ ഇരുന്നോണ്ട് യാതൊരു പ്രയോജനമില്ല. പച്ച വെള്ളം പോലും ഞാൻ തരില്ല. പോയി കിടന്നുറങ്ങിക്കോ. അമ്മ എനിക്ക് വിശന്നോണ്ട് കിടന്നാ ഉറക്കാൻ പറ്റത്തില്ലമ്മേ. ഉറങ്ങണ്ട. എന്നാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുമല്ലോ. എനിക്ക് പോയി കൈ കഴിച്ചോ.
ആ തങ്കമ്മയുടെ ഇങ്ങോട്ട് വരാൻ പറയും. എന്താണിത്? ഈ ഫയൽ ഇനിയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലേ? ഓഫീസിൽ വരുന്നത് സൊല്ലാനാണോ ജോലി ചെയ്യാനാണോ? സൊല്ലാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഫോർ ഇറ്റ്. നിങ്ങളും ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കില്ല. സോറി അണത്തെ, സോറി. ഈ ഫയൽ അർജന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? ദിസ് ഈസ് ദ ഫൈനൽ വാർണിംഗ്. ഞാനൊരു കോൺഫറൻസിന് പോവുകയാണ്. തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ ഫയൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? ഓ, അവനെ കാണുന്നില്ലല്ലോ. മണി 4 ബോറടിക്കുന്നതാ. വരുന്നുണ്ട്. നമ്മുടെ കാതൽ മന്നൻ വരുന്നുണ്ട്. ഓടാ. 4 മണിക്കായിരുന്നു പ്രോഗ്രാം. മണി 5 അമ്മയെ വെട്ടിച്ചിട്ട് പോരാൻ പറ്റണ്ടേ? ആ പെണ്ണിന്റെ ഓർമ്മ നിന്റെ തലേ കയറി പിന്നെ നീ നിന്നെ തന്നെ മറന്നിരിക്കുക. അതിരിക്കട്ടെ, എന്റെ ബെറ്റെന്താ ഇഷ്ട? നടക്കും. ഇതിനെക്കുറിച്ച് ടൈം ലിമിറ്റ് വേണ്ട ഇഷ്ട? ഒരാഴ്ച കഴിയട്ടെ. ഒരാഴ്ചയല്ല, 1 വർഷം എടുത്തു. എന്നാലും നടക്കത്തില്ല. ഞാൻ കാണിച്ചു തരാം. അവിടെ 100 രൂപ കരുതി വെച്ചു. 100 രൂപ മതിയാവില്ല നിന്റെ ചികിത്സക്ക്. പണ്ടയം കഴിഞ്ഞ് വരുമ്പോ നീ ഒരു പരുവത്തിലായിരിക്കുമല്ലോ. നീ എവിടെ പോവാ? എന്റെ മനസ്സായിട്ട് വാങ്ങിച്ചോ. വയ്യ. മിസ്റ്റർ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ഇവിടെ നടക്കില്ലെന്ന്? ദയവ് ചെയ്ത് പോണം പ്ലീസ്. ഒറ്റ പ്രാവശ്യം മതി എന്നോ? അങ്ങനെ അല്ലണ്ണോ, പ്ലീസ് ആണ്. സാധ്യമല്ല, ഒന്ന് പോണം. ചേട്ടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പോണം മിസ്റ്റർ, പ്ലീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞു, അമ്മി നാളെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. സമാനം ഉണ്ടാക്കാടാ. വണ്ടി നിർത്തൂ. അതിന് തരൂ. ഇനി ഇത് ആവർത്തിക്കരുത്. നോ, നെവർ. ഇനി ആവർത്തിക്കില്ല. ഓൾ റൈറ്റ്, താങ്ക് യു. കൺഗ്രാചുലേഷൻസ് ബാബു. നീ ബെറ്റ് ജയിച്ചില്ലോടാ. എടാ, കാശോടാ. നാളെ ആവട്ടെ. സാരമില്ല, ഇന്ന് എല്ലാവർക്കും എന്റെ ചെലവാണ്. ഓക്കെ, ഇന്ന് ഫുൾ ബൂസ്. ഗൗരി, ആ, ചേട്ടനോ? ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കുടിക്കാൻ കാപ്പി എടുക്കട്ടെ? വേണ്ട, വേറെ? എനിക്കൊന്നും വേണ്ട. ചേട്ടനെന്താ വല്ലാതെ? നിന്റെ മകന്റെ വിശേഷമല്ലോ നീ അറിഞ്ഞോ? ആര്? ബാബുവോ? അവനെന്ത് ചെയ്തു? ബാബുവല്ല, അവന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, വിജയൻ, അമേരിക്കയിലെ വലിയ ഡോക്ടർ. വിജയൻ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? അവനിപ്പോ വെറും വിജയനല്ല, വിജയൻ സാഹിബാ. അമേരിക്കയിൽ എന്റെ ഒരു സ്നേഹം അയച്ചാ, വായിച്ചു നോക്ക്. മനസ്സിലായില്ലേ? അവന്റെ മതാമ പെണ്ണ് കല്യാണം കഴിച്ചു എന്ന്. എന്റെ ഗുരുവായൂരപ്പാ. ഇനിയിപ്പോ ഗുരുവായൂരപ്പിനെ വിളിച്ചിട്ടുണ്ടാ കാര്യം? ഞാനല്ലേ തോറ്റത്? എന്റെ മോൾ അപർണയെ വിജയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? അത് വിശ്വസിച്ചല്ലേ അവനെ അമേരിക്കയിൽ അയച്ചതും പഠിപ്പിച്ചതും? ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ചെലവും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലേ ഏട്ടാ. നിന്റെ സ്വത്ത് എനിക്കൂടെ അവകാശപ്പെട്ടതാ. ഇന്ന് വരെ അതിന്റെ ഓഹരി ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മൾ തമ്മിലിങ്ങനെ ബന്ധമുണ്ടായാൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഇനിയൊരു മോനുണ്ടല്ലോ. ഗൗരി, എന്റെ മകൾക്ക് മറ്റു ചെറുക്കനെ കിട്ടാത്തത് കൊണ്ടാ ഞാനിവിടെ വന്നതെന്ന് നീ ധരിക്കരുത്. ഞാനങ്ങനെ പറഞ്ഞു ചേട്ടാ. അപർണ പഠിപ്പുള്ളവളാണ്, സുന്ദരിയാണ്. ചേട്ടൻ വിചാരിച്ചാൽ അവൾക്ക് എത്രയോ ചെറുക്കന്മാരെ കിട്ടും. അത് നിനക്കറിയാമല്ലോ ബാബു. ഇനി അതെങ്കിലും നടക്കട്ടെ. അതാ അവൻ വന്നു.
നാണുണ്ടോടാ? എത്ര നേരം നിന്റെ അമ്മാവന്ന് കാത്തിരിക്കുന്നു? ബോംബെയിലെ അമ്മാവന്. അതല്ല, നിനക്ക് വേറെ ഏതാ അമ്മാവനുള്ളത്? അമ്മാവന് ചോറ് കൊടുത്ത് ഉറക്കാൻ പാടില്ല ഞാൻ. അടിക്കുന്ന പല്ലിയാൻ കുളിച്ചോളെ. അടക്കുന്നു വരുന്നു. അമ്മാവന് പാട്ട് അമ്മ പോലും. എടാ ബാബു, ആ കസേരയെ പിടിച്ചോ, അല്ലെങ്കിൽ നീ താഴെ വീഴും. എടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഏയ്, അവൻ കുടിക്കില്ല. നീ കുടിച്ചോ? ആ ബാബു, ഞാനും കുടിച്ചിട്ടുണ്ട്. കുടിക്കാം, പക്ഷേ കാല് തറയെ നിൽക്കണം. അമ്മാവൻ ക്ഷമിക്കണം, ആദ്യമായിട്ട് കുടിച്ചു നോക്കിയതാ. കേട്ടോ ഗൗരി, ഇവൻ ആദ്യമായിട്ട് കുടിച്ചു പോയതാ. അതുകൊണ്ടായി ഇങ്ങനെ. കുടിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ശരിപ്പെട്ടോളൂ. അമ്മാവ, ഗുഡ് നൈറ്റ്. ഞാൻ അവനെ കുറച്ച് കൂടുതൽ ലാളിച്ചുപോയി. അതിന്റെ ഫലമാ. ഓ, അതൊന്നും സാരമില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറും. ആ പിന്നെ ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിന് പോകും. നീ അവനോട് വിവരം പറഞ്ഞേക്ക. ചേട്ടൻ പറഞ്ഞു ആഹാരം കഴിക്കും. ആ, മോനെ, നിനക്കൊന്നും കഴിക്കണ്ടേ? അയ്യോ, പിന്നെ പിന്നെ വാ. മോനെ, നീ ചേട്ടനെ പോലെ ആവരുത്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണെ അയാൾ വിവാഹം ചെയ്തു. അതിപ്പോ ഒരു തെറ്റാണോ? വരാറുണ്ട്. എങ്ങാണ്ടാ കിടന്നൊരു മതാമയെ കല്യാണം കഴിച്ചുകൊള്ളുന്നത് ശരിയെന്നാണോ നീ പറയുന്നത്? അമ്മ മഴാമയും പെണ്ണല്ലേ? ആഹാ, പറഞ്ഞ് നീ അവന്റെ വഴിക്ക് പോകുന്ന മട്ടുണ്ടല്ലോ. അക്കാര്യല്ലേ അമ്മ പേടിക്കണ്ട. ഞാൻ മദാമയൊന്നും കല്യാണം കഴിക്കില്ല. അമ്മയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങി ഞാൻ കല്യാണം കഴിക്കൂ. അങ്ങനെ പറ. നീ എന്റെ മോനല്ലേ. നിനക്ക് ഞാൻ നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? സമയമാകുമ്പോ മതിയല്ലോ ഇതേപ്പറ്റി ആലോചിക്കാൻ. എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല. നിന്റെ അമ്മാവന്റെ ആഗ്രഹം അത് തന്നെയാണ്. അമ്മാവനെന്താ ഒരു കാര്യം? അമ്മാവന്റെ മകൾ അപർണയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ എന്താണ് മിണ്ടാത്തത്? അപർണ പേര് കൊള്ളാം. പേര് മാത്രമല്ല, സ്വഭാവവും നല്ലതാ.
കേവലമൽപ്പം നാഴിക മാത്രം പങ്കിടാനിപ്പോൾ ചുംബനം മാത്രം മോഹങ്ങൾ തോറും മലതൂകി സ്വപ്നങ്ങളെല്ലാം സത്യങ്ങളാക്കി ജഗത്തിൻ ലഹരിയിൽ ഒഴുകുക ഈ ജഗത്തിൻ ലഹരിയിൽ ഒഴുകുക അല്ലല്ല കിള്ളി കിള്ളി യൗവനം അങ്ങും ഇങ്ങും തുള്ളി തുള്ളി മാനസം ആനന്ദത്തിൻ ഓളങ്ങൾ ഓളം നൽകും താളങ്ങൾ നീയും നീയും തമ്മിൽ ചേരും വേളയിൽ ഞാൻ പറഞ്ഞതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. അതല്ലേ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. അമ്മേ, എനിക്കൊരു 1000 രൂപ വേണം. തരാം. എന്റെ പണം വേറെ ആർക്കുള്ളതാ മോനെ. പക്ഷേ സൂക്ഷിച്ച് ചെലവാക്കണം. അതൊക്കെ അങ്ങനെയല്ലേ ഉള്ളമ്മേ. നമസ്കാരം സാർ. നമസ്കാരം. അല്ല, എല്ലാരും കൂടി ഒരു ജാഥയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അസോസിയേഷന്റെ വാർഷികം അടുത്ത ഞായറാഴ്ചയാണ്. സാർ അധ്യക്ഷം വഹിക്കണം. അധ്യക്ഷം വഹിക്കുമ്പോ പ്രസംഗിക്കേണ്ടി വരില്ലേ? അത് എനിക്കറിഞ്ഞുകൂടാത്ത വിദ്യയാണ്. ഞങ്ങളൊരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാൻസ് കഴിയുമ്പോൾ നർത്തകിക്ക് അങ്ങൊരു സമ്മാനം കൊടുക്കണം. അത് വേണോ? വേണം സാർ. ആരുടെ ഡാൻസാ? ഉഷയുടെ. നല്ല ഡാൻസാണ് സാർ. സാറൊന്ന് കാണണം. ഓ, അത് ശരി. ആ, ഞാൻ തീർച്ചയായിട്ടും വരാം. വരാം. അയ്യോ, ഇതെന്ത് പറ്റി? അവൻ ഓടിക്കളഞ്ഞല്ലോ. ആര്? അവരാണ് ഓടി വന്നത്. പല പിച്ചക്കാരെ മറ്റായിരിക്കും. ആരാ പറയാ പിന്നെ ഞാൻ ഓടുന്നെന്തിനാ? പിച്ചക്കാരനോ? പിച്ചക്കാരനെ കണ്ട എനിക്കറിഞ്ഞൂടെ? ഇവൻ കള്ളനാ. ഞാൻ പോലീസിന് പരീക്ഷ പറ്റെങ്കിലും കള്ളന്മാരെ കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ വ്യക്തമാണ് എന്റെ സിരകളെ കൂടെ ത്രസിക്കുന്നത്. ഞാൻ കണ്ടുള്ളവനൊക്കെ അവകാശമുണ്ടായിരുന്ന എന്റെ ഭഗവാനെ, ഒന്ന് നിർത്ത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഒരു വർത്തമാനം കൊണ്ട് നിൽക്കുന്നു. ഗുരുവായൂരപ്പാ, എന്ത് പറ്റി? ഞങ്ങളുടെ ഓഫീസ് യൂണിയന്റെ വകയായി ഞാൻ ഈ സമ്മാനം മിസ് ഉഷയ്ക്ക് സമ്മാനിക്കുന്നു. എന്റെ പ്രസംഗം ബോറടിച്ചോ? ബോറടിക്കാനോ? ഒന്നാം തരമായി. ഇത്രയും നല്ലൊരു പ്രസംഗം ഈ അടുത്ത കാലത്തേക്കും ഞാൻ കേട്ടിട്ടേ. പക്ഷേ ഒരു സത്യം പറയട്ടെ, ശാസ്ത്രീയ നൃത്തത്തെ പറ്റി എനിക്ക് വലിയ വിവരമൊന്നുമില്ല. എവിടേക്കോ വായിച്ച ചില കാര്യങ്ങൾ ഓർത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാണ്. പക്ഷേ ഒരു സത്യമുണ്ട്, ഉഷയുടെ നൃത്തം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ റിയലി എൻജോയ് ഇറ്റ്. താങ്ക് യു സർ. എന്നെ സാറൊന്നും വിളിക്കരുത്. ഓഫീസിലുള്ളവരല്ലാതെ മറ്റാരും എന്നെ സാറെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. താങ്ക് യു അങ്കിൾ. താങ്ക് യു അങ്കിൾ. നമസ്കാരം. ചേടാ, നിങ്ങൾ വിടുന്ന മട്ടില്ലല്ലോ. വന്ന് വീട്ടിൽ വന്നു തുടങ്ങിയോ? ബൊക്ക വരാനായിരിക്കും. അയ്യോ, ബൊക്കെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എന്നെ തന്നെയാ കൊണ്ടുവന്നേ. അച്ഛനുണ്ടോ അകത്ത്?
ഇല്ല. സന്തോഷം. നിങ്ങൾ എന്തിനു വന്നു മിസ്റ്റർ? ഉഷയെ ഒന്ന് കാണാൻ. കണ്ടില്ലേ, ഇനി പോകാം. അല്ല, ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർക്ക് കാപ്പിയും ചായയും കൊടുത്ത് സൽക്കരിക്കുന്ന ഒരു പതിവുണ്ട്. ക്ഷണിക്കാതെ വലിഞ്ഞേറി വരുന്നവർക്കേ ആ പതിവ് ഇവിടെ ഇല്ല. വല്ലാത്ത ദാഹം. ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൂടെ തന്നൂടെ? ഓഹോ. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം. അമ്മ അകത്തുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. ആരാ മോളെ? ഒരു വഴിയാത്രക്കാരൻ. വെള്ളം ദാഹിച്ചു വന്നതാ. പാവം. വെള്ളം ഇനിയും വേണോ? മതി. ദാഹം മാറിയോ? ആ, ഇതെങ്ങനെ എളുപ്പം മാറുന്ന ലക്ഷണമൊന്നുമില്ല. രാജേഷ്, നമുക്കുടനെ കല്യാണം കഴിക്കണം. എന്തിന്? എനിക്ക് കുറെ കുട്ടികൾ വേണം. ഐ ലവ് യു. ഇടി വണ്ടി, കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കണം. ആദോ ഓയും കല്യാണം കഴിച്ചിട്ടാണോ കുട്ടികളുണ്ടായത്? അതിന് ഇത് അവരുടെ കാലമല്ലല്ലോ. കാലത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇവിടെ ജനിച്ചു വീഴുന്നത് മനുഷ്യക്കുട്ടികളല്ലേ? ആദാമിന്റെയും ഹൗവയുടെയും പരമ്പര. അവരുടെ കാലത്ത് ആരും കുട്ടികളെ നോക്കി തന്തയില്ലാത്തവനെന്ന് ആക്ഷേപിക്കില്ലായിരുന്നു. ഓ, അതാണ് പ്രശ്നമില്ലേ? എന്റെ പെണ്ണെ, നീ അതോർത്ത് വിഷമിക്കണ്ട. നീ ഇഷ്ടം പോലെ പ്രസവിച്ചോളൂ. നിന്റെ എല്ലാ കുട്ടികളുടെയും തന്തസ്ഥാനം ഞാൻ ഏറ്റെടുത്തോളാം. രാജേഷ്, തമാശ കളയും. എന്റെ കുട്ടികൾക്ക് സ്വന്തമായി അച്ഛനും അമ്മയും വേണം. അവര് എന്റെയും രാജേഷിന്റെയും മടിയിൽ കിടന്ന് വളരണം. അച്ഛൻ അമ്മയും അവർ വിളിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാവരും സന്തോഷിക്കണം. മറ്റുള്ളവരുടെ സന്തോഷം അവിടെ നിൽക്കട്ടെ. അപർണയുടെ കാര്യം പറയൂ. അപർണയെ ഞാൻ കല്യാണം കഴിച്ചാലേ സന്തോഷമാവും. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. തുറന്നോ, ഞാനും ഉണ്ട് പുറകെ. ഇതിന് മുമ്പ് നമ്മൾ എപ്പോഴോ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇതാണൊരു ദിവസം ഇതുപോലെ അലവലാതി ഈ ഗേറ്റിക്ക് വന്നു. പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു. നിങ്ങളാണോ? ഞാനായിരിക്കില്ല. ആ, എന്നാ വേറെ വല്ലവരും ആയിരിക്കും. പക്ഷെ അയാൾക്ക് നിങ്ങളുടെ ഇതേ മുഖച്ഛായ. നിങ്ങളുടെ ഫാദറോ അയാളുടെ ഫാദറോ? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. മിക്കപ്പോഴും സംഭവിക്കും. ഇരിക്കെ ഇവിടെയല്ല, അകത്ത് കയറിയിരിക്കണം. ഞാൻ ഉടുമ്പൻചോല എക്സ്പ്രഷനായിരുന്നപ്പോ രസകരമായ ഒരു കേസുണ്ട്. 2 കള്ളന്മാർക്ക് ഇതുപോലെ ഒരേ മുഖച്ഛായ. ചീക്കിലിറക്കുന്ന പോലീസുകാർക്ക് തന്നെ ചിന്താക്കുഴപ്പമില്ല. ഒടുവിൽ നിവൃത്തിയില്ല വന്നപ്പോ ഒരൊറ്റ ഇടി കൊടുത്ത് ഒരുത്തന്റെ മുഖച്ഛായ മാറ്റി. എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നമുക്ക് ആ പൊളിച്ചിട്ട് സംസാരിക്കാം. വേണ്ട. എന്താ, നിങ്ങൾ കാപ്പിയും ചായൊന്നും കഴിക്കാറില്ലേ? ഇല്ല. പച്ചവെള്ളം പോലെ. അപ്പൊ നിങ്ങളൊരു വിചിത്ര ജീവിയാണല്ലോ. എന്താ പേര്? അല്ല, പേരുണ്ടായിരിക്കണമല്ലോ. ബാബു. പേര് കൊള്ളാം. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ചേരുന്ന പേര്. ഞാൻ പൊക്കോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ വന്നത് ഉഷേ ഒന്ന് കാണാൻ. ഉഷയെ കാണാൻ. ചേട്ടാ, എന്താ കാര്യം? വെറുതെ. അതായത് ഞാൻ ഉഷയുടെ ഒരു ആരാധകനാണ്. ആരാധകനോ? മനസ്സിലായില്ല. ആരാധകൻ എന്ന് പറഞ്ഞ ഫാൻ, ഉഷയുടെ ഒരു ഫാൻ. ഫാനോ? ഓ ഓ ഓ, ഉഷ ഫാൻ. കൊള്ളാം കൊള്ളാം. ആട്ടമിഷ ഫാൻ. ഉഷയെ കാണേണ്ട കാര്യം? ഞാൻ ഉഷയെ സ്നേഹിക്കുന്നത് കൊണ്ട്. ആ, സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ? ഓരോടത്തെ മേലെടുത്ത് വീട്ടില്ല. മേലോടത്ത് കേട്ടിട്ടുണ്ടല്ലോ. വലിയ പറവാണല്ലോ.
ഇവിടുത്തെ എസ്റ്റേറ്റ് നിങ്ങൾ വകയാണോ? അച്ഛനുണ്ടായിരിക്കണമല്ലോ. ഒരച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്മ ഉണ്ടല്ലോ. ഉണ്ട്. പേര് ഗൗരിയമ്മ. ഏതൊക്കെ ഈ ഫാനെന്നും പറഞ്ഞ് ഫാനിഞ്ഞോട്ട് കയറി വന്നാൽ അപ്പ കാണാൻ എന്റെ വിശ്രമം പോകുന്ന കുറിപ്പ് പറയുന്നു. എന്തിനാ പാവത്തിനെ ഇങ്ങനെ വരുത്തിയത്? എന്നാലും ഇത് കുറെ കൂടിപ്പോയി. ഇനി ഈ വഴിക്കാൻ വന്നാൽ അവനെ കാര്യം ഞാൻ മുറിക്കും. ഉഷാഭാനാണ് പോലും. നീ അതൊക്കെ കേട്ട് മിണ്ടായിരുന്നല്ലേ? ആ കിളവൻ തന്നെ മുഖത്തിൽ നിനക്കൊന്ന് കൊടുക്കാമല്ലായിരുന്നോ? കൊടുക്കാമായിരുന്നു, പക്ഷേ അയാൾ ഉഷയുടെ തന്തയായിപ്പോയി. ഉഷയുടെ തന്തയോ? അവളെന്റെ ആരാ? അങ്ങനെയൊന്നും പറയാം. ആ പീറ പെണ്ണിന് മുമ്പിൽ നീ ഒരു പട്ടിയായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവളെ... രമേശ്, ബാബു, leave me alone. ഹലോ ഹലോ ജെന്റിൽമാൻ. ആ പെണ്ണ് ഇന്ന് രാത്രി എന്റെ കൂടെ ആയിരിക്കും. അത്ഭുതപ്പെടണ്ട. ദിസ് വിൽ സെറ്റിൽ ദ മാറ്റർ. യു സീ, ഈ ഡാൻസ് ചെയ്യുന്ന ഗേൾസ് മഹാപെശക. തനിക്കറിയാമോ? ഡു യു നോ ഇറ്റ്? മിസ്റ്റർ, Please leave me alone. ഓ നോ നോ നോ, അത് പറ്റില്ല. ഷാപ്പ് യുവർ ബ്ലഡി മൗത്ത്. Do you think I am mad?
Still, I am your friend. I know that. അത് മറക്കണ്ട. ഉഷേ, കാണിക്കുന്നത് ക്ഷമിക്കണം, ഞാനിവരെ ഉഷയാണെന്ന് തെറ്റിദ്ധരിച്ചു. വഴക്കിനൊന്നും നിൽക്കണ്ട, വരൂ. ഭ്രാന്തനാണെന്ന് തോന്നുന്നത്. ബാബു, എന്താ ബാബു ഇതൊക്കെ? ബാബു എന്താ ഒന്നും മിണ്ടാത്തത്? ഇന്നലെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ ഞാൻ ഉഷയെ സ്നേഹിക്കുന്നു. ബിംബങ്ങളെ രാഗാത ശില്പങ്ങളെ വാചാല ബിംബങ്ങളെ രാഗാത ശില്പങ്ങളെ നിഴയാലെ നിഴികളിൽ പകരും പ്രണയ സന്ദേശങ്ങളെ പ്രണയ സന്ദേശങ്ങളെ വാചാല ബിംബങ്ങളെ രാഗാദ്ര ശില്പങ്ങളെ കരയുടെ പാദത്തിൽ പുറം ചാത്തും തിരയുടെ പ്രേമ സംഗീതം കരയുടെ പാദത്തിൽ പുറം ചാത്തും തിരയുടെ പ്രേമ സംഗീതം ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളുകയല്ലോ വാചാല ബിംബങ്ങളെ രാഗാദ്ര ശില്പങ്ങളെ
ഇണയുടെ തൂവലെന്നിതളെന്നിൽ നോക്കും കിളിയുടെ മുൻകസല്ലാപം ഇണയുടെ തൂവലെന്നിതളെന്നിൽ നോക്കും കിളിയുടെ മുൻകസല്ലാപം ചിന്തകളിൽ ഇരു ചേതനയിൽ മഞ്ജിമ വീശുകയല്ലോ വാചാല ബിംബങ്ങളെ രാഗാദ്ര ശില്പങ്ങളെ മിഴിവിണയാലെ മിഴികളിൽ പകരും പ്രണയ സന്ദേശങ്ങളെ പ്രണയ സന്ദേശങ്ങളെ വാചാല ബിംബങ്ങളെ രാഗാദ്ര ശില്പങ്ങളെ രമേശ്, I'm your friend. I know that. ഞാൻ എന്റെ റൂമിൽ പോയിട്ട് വരാം. എന്തിന്? ഇന്നത്തെ ഉഷയുടെ ഡാൻസ് പ്രോഗ്രാമിന് നമ്മളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഉഷ ആ, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് കഴിയും. നീ ആള് വിചാരിച്ചല്ലോ. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? അതിനെ ആ 2 അലവലാദികളോട് വൈകുന്നേരം വരാൻ പറഞ്ഞേക്കാം കേട്ടോ. അതെ. സാർ, യെസ്. സ്മിത്ത് ആൻഡ് കമ്പനിയുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. കോൺട്രാക്ട് സൈൻ ചെയ്യാൻ അവർ തയ്യാറാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കണം. കോൺട്രാക്ട് നാളെ സൈൻ ചെയ്യാമെന്ന് പറയും. ഇന്ന് എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇന്നത് കഴിക്കും. ഹോട്ടൽ കുങ്ഫുവിൽ ഞാൻ 6 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വേണ്ട, പറ്റിരിക്കും. അത് പറ്റില്ല, ഇന്ന് തന്നെ വേണം. എന്താ ബാബു ഇത്? ലേറ്റ് ആയി ചെന്നാൽ അച്ഛൻ വഴക്ക് പറയുമെന്ന് ബാബുവിന് അറിയാമല്ലോ. ഓൾ റൈറ്റ്. ഇനി എപ്പോഴാ? നാളെ. ഓക്കെ, ശരി, നാളെ ഡാൻസ് ഇല്ല. ഓക്കെ, വരട്ടെ. നിന്റെ തന്തപ്പടി ഇവിടെ ഉണ്ടാക്കൂ. കുഞ്ഞലക്ഷ്മി, 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 കുഞ്ഞലക്ഷ്മി. അയ്യോ, എന്താ വൈദ്യുതി പറഞ്ഞോ? വയറ്റിൽ തലവേദന. ഇങ്ങോട്ട് കയറി വരുന്നാരോ നോക്ക്. ആരാ? നിന്റെ മോളും ആ ബാബുവും പെട്ടെന്ന് കയറി വരുന്നു. ഞാൻ എന്തെങ്കിലും അറിയാൻ കാണിക്കും. അയ്യോ അയ്യോ, വേണ്ട, കാണിക്കല്ലേ. അയ്യോ, കാണിക്കല്ലേ എന്റെ ഭഗവാനെ. ഒന്ന് സമാധാനപ്പെടും മനുഷ്യ. ഉഷ എന്താ കൊച്ചു കുഞ്ഞിങ്ങോട്ട് വാങ്ങിങ്ങോട്ട്. അവിടെ ഇരിക്കെ, ഒന്ന് സമാധാനപ്പെട്. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ ആരും ഇല്ലേ? അച്ഛനമ്മയുടെ പോയി. അകത്തുണ്ടേലും വിളിക്കാം. അമ്മേ, ഇത് ബാബുവാണ്. മനസ്സിലായി. അച്ഛനെവിടെന്നെ? കുളിക്കുക മോളെ. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ? അതുകൊള്ള, ഞാനിപ്പൊ കൊണ്ടുവരാം. ആദ്യം കാപ്പിയും ചോദിച്ചുണ്ടെന്ന ആളല്ലേ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? ചുമ്മാ ഒരു നമ്പർ ഇട്ടതല്ലേ. കാപ്പിയാണെന്നും പറഞ്ഞ് പച്ചവെള്ളം കൊണ്ട് തരുമോ? ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു നല്ല കുടുംബത്തിൽ പിറന്നാണെന്നാ തോന്നുന്നത്. ഞാനൊരു കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടെ? ആ, സൽക്കരിച്ചോ സൽക്കരിച്ചോ. നിന്റെ ഒരു സൽക്കാരം. പിന്നെ ഉഷ എന്നും ഇങ്ങനെ നിന്നാ മതിയോ? നിങ്ങൾ ഇതുവരെ അക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചോ? ഒരച്ഛൻ. അയ്യോ, അച്ഛന്റെ കുളി കഴിഞ്ഞില്ലമ്മേ? ഇല്ല മോളെ, കുളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. താമസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒന്ന് കണ്ടോളാം. നിങ്ങൾ കുറച്ചു നേരമായി ബാബുവായിട്ട് സംസാരിച്ചില്ലേ? ഇനി ഞാൻ ബാബുവായിട്ട് സംസാരിക്കാം. നിങ്ങൾ അകത്തേക്ക് പോകൂ. ഇരിക്കൂ ബാബു. ആ,
പിന്നെ എന്തൊക്കെയുണ്ട് ബാബു വിശേഷം? വിശേഷം ഞാനും ബാബുവിന്റെ പ്രായം കഴിഞ്ഞാ വന്നത്. ചെറുപ്പത്തിൽ നമുക്ക് പല കമ്പങ്ങളും തോന്നും. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ബാബുവിന് മനസ്സിലാവുന്നുണ്ടോ? ഇതും ഇതുപോലൊരു കമ്പമാണോ? ഞാൻ പറയുന്നത് ക്ഷോഭിക്കരുത്. ക്ഷോഭിക്കുകയല്ല, ഞാനൊരു നീചനാണല്ലോ എന്ന് കരുതിയിട്ടുള്ള സങ്കടമാണ് എനിക്ക്. കല്യാണപ്രായമായ ഒരു പെണ്ണിന്റെ അച്ഛന്റെ സങ്കടം മനസ്സിലാവാത്തതുകൊണ്ടാണ് ബാബു ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ പോകുന്നു. പള്ളി വീട്ടിലെ കുഞ്ഞുങ്ങളാ. വരും വരായികൾ നേരത്തെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നമ്മൾ. എത്ര മനോഹരമായ രാത്രി. അതെ അതെ, മനോഹരമായ രാത്രി. ഈ രാത്രി അവസാനിക്കരുത്. രാജേഷും ഞാനും ഈ രാത്രിയും ലോകം അവസാനിക്കുന്നത് വരെ ഇങ്ങനെ നിലനിൽക്കണം. ഫാന്റാസ്റ്റിക്. അപർണേ, നീ ഇപ്പൊ പറഞ്ഞത് കവിതയാണ്. മനോഹരമായ കവിത. കവിതയല്ല, കാര്യമാണ് പറഞ്ഞത്. രാജേഷ്, നിങ്ങളെ അല്ലാതെ വേറൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. നീ മറ്റാരെയും സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു? എന്നാൽ നമുക്കുടനെ കല്യാണം കഴിക്കാം. ആ, കല്യാണം വേറെ, സ്നേഹം വേറെ. നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോളൂ. പക്ഷെ ഒരു കാര്യം, നീ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. ഓക്കെ? രാജേഷ്, സമ്മതിച്ചു കളയും. ഞാൻ കാര്യമായിട്ട് പറയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാം. ഡോണ്ട് ബി ചൈൽഡിഷ്. ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാൽ മതിയോ? നമുക്ക് ജീവിക്കണ്ടേ? നിന്റെ കയ്യിലും എന്റെ കയ്യിലും പൈസയില്ല. നിന്റെ അച്ഛനോ എന്റെ അച്ഛനോ ഒരു നയാ പൈസ പോലും തരികയില്ല. അപർണേ, കാശില്ലെങ്കിൽ പിന്നെ ജീവിതമുണ്ടോ? നമ്മുടെ കല്യാണം മാത്രം മിച്ചം. അപ്പോൾ കാശില്ലാത്തവരാരും കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ടായിരിക്കാം. പക്ഷെ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറല്ല. എങ്കിൽ നമുക്കിവിടെ വെച്ച് തന്നെ പിരിയാം. ഗുഡ് ബൈ. ഇത്ര വേഗം ഗുഡ് ബൈ പറയണോ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ? ഇനി നിങ്ങൾ എനിക്ക് കാണണ്ട. ഉഷയുടെ അച്ഛന് എന്നെ തീരെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അതെ ബാബു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? എത്രയും വേഗം ഉഷയെ കല്യാണം കഴിക്കും. ബാബു പറയുന്നത് സത്യം. സത്യമാണോ മോളെ നീ പറയുന്നത്? അതെ മോളെ. ദൈവം നമ്മളെ കൈവിടത്തില്ല മോളെ. കാര്യങ്ങളൊക്കെ ഇത്ര വരെ പുരോഗമിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾ പ്രായമായവരെ നമ്മൾ സംസാരിക്കുന്ന അല്ലേ ഭംഗി? അമ്മയ്ക്ക് സമ്മതമാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ? അമ്മാവൻ പറഞ്ഞു ഒരു നല്ല ജോലി ശരിയായിട്ട് മതി കല്യാണം. അമ്മാവൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. എന്നാലും കല്യാണം ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അമ്മാവൻ ഉടനെ ഒരു ജോലി ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടിയ ഉടനെ കഴിയും. എടാ അവിടെ നിൽക്ക്. ഞാനൊന്ന് ലേറ്റായില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ചൂടാവുന്നേ? ഇങ്ങോട്ട് വാ. ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ ഇരിക്ക. ഇനി പറയടാ, ആരാടാ ഉഷ? ഉഷ 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 അമ്മ ഉഷയെ പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. വലിയ ഡാൻസുകാരിയാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. അവള് നിന്റെ ആരാ? അവൾ അവൾ എന്റെ അമ്മ ചോദിച്ചെനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നീ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണം കഴിക്കാനോ? ആര് പറഞ്ഞു? എടാ, ഇതുവരെ 1000 കള്ളങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇനിയും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. പറയടാ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എടാ പറയാൻ. എന്ത് ചെയ്യാമമ്മേ? ഞാനും ഉഷയും തമ്മിൽ സ്നേഹത്തിലായി. കല്യാണം കഴിക്കാമെന്ന്
ഞാൻ വാക്കും കൊടുത്തു. ഇതിലും ഭേദം എന്നെ കൊന്നുകളയുന്നതാടാ. അമ്മേ, എടാ, നീ എന്നെ തൊട്ടുപോരും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളെയും കൊണ്ട് ഈ വീട്ടിൽ കാല് കുത്താമെന്ന് നീ വിചാരിക്കണ്ട. ചേട്ടന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. എന്താ ബാബു ഒരു വിഷാദം? നമ്മുടെ കല്യാണം കുറച്ച് നീണ്ടു. എന്റെ ജോലി ഇതുവരെ ശരിയായിട്ടില്ല. സാരമില്ല. ഉഷേ, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതെന്ത് ചോദ്യമാ ബാബു? ജോലി ഉടനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കാത്തിരിക്കും. ജോലി കിട്ടിയാൽ ഉടൻ കല്യാണം. എന്താ? കുട്ടികൾ കരയുന്നോ? അനുഭവിച്ചോ അനുഭവിച്ചോ? എന്തിനാ പാവത്തിനെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? പാവമായിട്ടാണ് ഈ നാളെ കണക്ക് വരുത്തിയത്. അവൾ എന്ത് തെറ്റ് ചെയ്തു? ഒരാളെ സ്നേഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. സ്നേഹിച്ചു പോയി. ഞാൻ അന്നേ പറഞ്ഞതാ, ആരെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന്. കേട്ടോ, അവന്റെ താടിയും മോടിയും കണ്ടപ്പോ അവന്റെ കയറ്റി തൂങ്ങി തീർച്ചാടി നടന്നു. എന്തുകൊണ്ടാ? അവളിവിടെ ചെലവിന് വരുന്നുണ്ടല്ലോ, ആ ധിക്കാരം. മനസ്സിലായോ? ദൈവത്തിന് പുറക്കാത്ത വാക്ക് നിങ്ങൾ പറയരുത് കേട്ടോ. എനിക്ക് നാലാളുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി. നിങ്ങൾക്ക് അത്ര വലിയ നാണക്കേടാണെങ്കിൽ അവളെ അങ്ങ് കൊന്നുകള. കൊന്നിട്ടെന്താ കാര്യം? ഓരോ നാളെ വന്നു കഴിഞ്ഞില്ലേ? ഇങ്ങനൊരു മനുഷ്യൻ. മോള് സമാധാനപ്പെടും. എന്താ ഇത്? അയ്യോ കാണിക്കുന്നോ? ബാബു വേറെ കല്യാണം കഴിച്ചതിന് ഉഷ എന്തിനെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്? നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ബാബു എന്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാതെ മനസ്സ് വെച്ചു. അതിപ്പോ പറയാം. ഞാൻ ഉഷയെ സ്നേഹിക്കും. ഇങ്ങനെ സംസാരിക്കരുത്. സംസാരിക്കും. സംസാരിച്ചേ പറ്റൂ. ബാബു നീ ചേരില്ല, പക്ഷേ ഞാനും നീ ചേരും. നീ എന്റെ കൂടെ അയ്യോ
ഉഷ ഒറ്റയ്ക്ക് അസമിക്കിവിടെ ദയവായി എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. ഉഷ പോയിക്കണം തുടങ്ങിക്കോ. ഉഷേ, മോൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ മോളെ കരയുന്നത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അത് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? എല്ലാം മറക്കാൻ ശ്രമിക്കും. എങ്ങനെ മറക്കാനാണമ്മേ? ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം എനിക്കൊന്നും മറക്കാൻ കഴിയില്ലമ്മേ. കഴിയണം. മറക്കേണ്ടത് നമ്മൾ മറന്നേ പറ്റൂ. മറക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ജീവിതം അവസാനിപ്പിക്കുക. അതിനുള്ള അനുവാദം പോലും ദൈവം എനിക്ക് തന്നില്ലമ്മേ. മോളെ, നീ എന്താ പറഞ്ഞത്? ജീവിതം അവസാനിപ്പിക്കുമെന്നോ? എങ്കിൽ നീ അമ്മയെ ആദ്യം കൊല്ല. അമ്മേ, നീ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും അമ്മ ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിച്ചോ? നിനക്ക് ഈ അമ്മയെ ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ. ആ മോളെ, വന്നു ഈശ്വരൻ നിന്നെ രക്ഷിക്കും. ദാ. ഉഷയുടെ അച്ഛനായിരിക്കും. അതെ. ഉഷ എവിടെ? നല്ല സുഖമില്ല, കിടപ്പാണ്, പനി. മനസ്സിലായില്ല. എന്റെ പേര് ശിവകുമാർ എന്നാണ്. ഉഷ എവിടെയാ കിടക്കുന്നത്? ആ മുറിയിലാണ്. പറഞ്ഞു. വേണ്ട വേണ്ട, കിടന്നോളൂ. പനി കുറവുണ്ടോ? നല്ല തീ പോലത്തെ പനിയായിരുന്നു. ഇപ്പൊ ഒന്ന് വേർത്തു. ഡോക്ടറെ കാണിച്ചില്ലേ? ഇതേറെ കാണിച്ചില്ല. കാണിക്കണം. ഞാൻ ഓഫീസിൽ ചെന്ന ഉടനെ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് അയക്കാം. ഉഷ നല്ല റെസ്റ്റ് എടുക്കണം. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഞാൻ വരട്ടെ. ആരാ മോളെ അത്? തുടങ്ങിയ നിങ്ങളുടെ ഒരു വിചാരണ. ഇനിയെങ്കിലും ആ പെണ്ണിനൊരു സ്വൈരം കൊടുക്ക്. ആരാ മോളെ അത്? തുടങ്ങിയോ നിന്റെ ഒരു വിചാരണ? ഇതെങ്കിലും എപ്പോഴും സ്വയം കൊടുക്ക. ആ ആ ബ്ലഡ് റിപ്പോർട്ട് വന്നു. ടൈഫോയിഡാണ്. ടൈഫോയിഡോ? നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യണോ? വേണ്ട, ഷീ വിൽ ബി ഓൾറൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഐ വിൽ സീ. ഉഷയ്ക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ സാർ വരാതിരുന്നത്? മനഃപൂർവ്വം അല്ലല്ലോ. ഉഷയെ കാത്ത് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വേറെ ഡാൻസർ നിയമിച്ചു. ഉഷയ്ക്ക് ഇപ്പൊ പൂർണ്ണ സുഖമായി സാർ. എന്ന് വെച്ച് പുതിയ നർത്തകയെ പിരിച്ചേക്കാൻ പറ്റുമോ? ഉഷ റെസ്റ്റ് എടുക്കട്ടെ. ആരോഗ്യം വീണ്ടെടുക്കാൻ നൃത്തം ചെയ്താൽ നൃത്തവും നന്നാവില്ല, ശരീരം നന്നാവില്ല. നൃത്തം കുറെ ചെയ്തതല്ലേ, അത് പോരെ?
എന്തായി? ഞാൻ അപ്പോ പറഞ്ഞില്ല പോകണ്ടെന്ന്. ആ ഓമാനിച്ച് പറഞ്ഞയച്ചു അല്ലേ? മതിയെന്നേ, ഇനി എനിക്ക് നൃത്തവും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പറയരുത് മോളെ. വേറെ ഏതെങ്കിലും സമിതി ശ്രമിച്ചു നോക്കാം. അമ്മ എങ്ങും പോണ്ട. ഞാനിനി നൃത്തം ചെയ്യില്ല. എനിക്ക് മതിയായി. ഉഷയ്ക്ക് മതിയായാലും ഞങ്ങൾ ആരാധകർക്ക് മതിയാവണ്ടേ? ഉഷ നൃത്തം ചെയ്തേ പറ്റൂ. കലാരംഗക്കാർ ഉഷ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? അക്കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. ഉഷയ്ക്കെതിരെ നല്ല സ്റ്റേജ് എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഹലോ, കലാനികൻ ഓഫീസ് മാനേജർ അല്ലേ? ഞാൻ ശ്രീകുമാറാണ് സംസാരിക്കുന്നത്. നമ്മുടെ നർത്തകി ഉഷയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നഷ്ടമോ? നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞാനത് പരിഹരിക്കാം. എന്താ പോരെ? താങ്ക് യു. താങ്ക് യു. എന്താണെന്ന് പറ. എനിക്ക് വയ്യമ്മേ, എനിക്ക് വയ്യ. സമയമായി, വേഗം വാ. നിങ്ങളെന്താ കരയുന്നേ? എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കില്ല. ചതിച്ചു. എന്ത് പറ്റി? ഉഷ നൃത്തം ചെയ്യില്ലെന്ന് അവരവിടെ നിന്ന് കരയുന്നു. ഞാൻ ഉഷയോട് സംസാരിക്കും. എന്താ ഉഷ ഇത്? എനിക്ക് വയ്യ. എന്തുകൊണ്ട്? എന്തോ ഒരു ഭയം, ഒരു ആത്മവിശ്വാസം കിട്ടുന്നില്ല. ഉഷയെപ്പോഴൊരു കലാകാരി ഇങ്ങനെ പറഞ്ഞാൽ നോക്കൂ ഉഷേ, ജീവിതം പോലെ തന്നെയാണ് നൃത്തം. ഒരിക്കൽ ചിലങ്ക കെട്ടിയാൽ പിന്നെ ആടിയെ തീരൂ. കലാധരൻ തൊടിയിലുണർത്തിയ താളം ആനന്ദ താളം. ഇന്ദു കലാധരൻ തൊടിയിലുണർത്തിയ താളം ആനന്ദ താളം.
വരുന്നൊരു ശൈലജയല്ലോ ഇന്ദു കലാധരൻ തുടിയിലുണർത്തിയ താളം അനന്ത താളം. നിൻമിഴി വിടർന്നാൽ വാസരമാകും, നിൻമുടിയഴിഞ്ഞാൽ യാമിനിയാകും. നിൻമിഴി വിടർന്നാൽ വാസരമാകും, നിൻമുടിയഴിഞ്ഞാൽ യാമിനിയാകും. നിൻ ശാന്തഭാവം ശിശിരമാകും, നിന്റെ ശൃംഗാരം വസന്തമാകും. അനുസ്വരമല്ലോ നിന്നടനം, അനുപമമല്ലോ നിൻ ചലനം. അനുസ്വരമല്ലോ നിന്നടനം, അനുപമമല്ലോ നിൻ ചലനം. ഇന്ദു കലാധരൻ തുടിയിലുണർത്തിയ താളം ആനന്ദ താളം. നിൻമൃദുസ്മേരം കൗമുദിയാകും, നിൻവിരൽ തുമ്പിൽ മാറിവിൽ പൂക്കും. നിൻമൃദുസ്മേരം കൗമുദിയാകും, നിൻവിരൽ തുമ്പിൽ മാറിവിൽ പൂക്കും. നിൻ രൗദ്രഭാവം ഗ്രീഷ്മമാകും, നിൻ കരുണങ്ങൾ വർഷവുമാകും. പുലരണമെന്നും ഈ മഹിയിൽ നിന്നടനത്താൽ ഒരു സ്വർഗം. പുലരണമെന്നും ഈ മഹിയിൽ നിന്നടനത്താൽ ഒരു സ്വർഗം. ഇന്ദു കലാധരൻ തുടിയിലുണർത്തിയ താളം ആനന്ദ താളം. ആ താളത്തിൽ ഒഴുകി വരുന്നൊരു ശൈലജയല്ലോ ഇന്ദു കലാധരൻ തുടിയിലുണർത്തിയ താളം ആനന്ദ താളം.
അല്ല, ഗൃഹപ്രവേശമാണെന്ന് പറഞ്ഞു കിട്ടിട്ട് ആളാരെയും കാണുന്നില്ല. എന്തിനാ ആളുകള്? ചീഫ് ഗസ്റ്റ് വന്നില്ലേ? അയ്യോ, ഞാൻ ഈ വേഷത്തിൽ അയ്യോ, ഏത് വേഷവും ചേരുന്ന ഒരു ശരീരമല്ലേ ഇത്? എന്താണ്? ഐശ്വര്യമായിട്ട് ശിവകുമാറിന്റെ കൈകൊണ്ട് തന്നെ ഈ വിളക്കൊന്ന് വിളിക്കാണ്. നമുക്ക് ഈ വീടൊക്കെ ചുറ്റിക്കളയാം. നടന്നാട്ടെ. ശരി. വീട് മനോഹരമായിരിക്കും, വളരെ സൗകര്യം. ഈ ഐശ്വര്യം ശിവകുമാർ ഉണ്ടാക്കിയതാ, ഞങ്ങളത് മറക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഈ ഐശ്വര്യം ഉഷ എന്ന കലാകാരിക്ക് ലഭിച്ച അംഗീകാരമാണ്. പക്ഷേ എനിക്കൊരു പുതിയ ജീവിതം തന്നത് ചേട്ടനാണ്. എന്നെ മനസ്സിലായില്ലേ? കലാരംഗത്തിന്റെ മാനേജരാ. മനസ്സിലായി മനസ്സിലായി. എന്ത് വേണം? എന്റെ കാര്യം ഒന്ന് ഓർക്കണം. ഉഷ പുതിയ ട്രൂപ്പുകൾ അറിഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിന്? എന്റെ ട്രൂപ്പിലുള്ളവരെല്ലാം ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ തനിച്ചായി സാർ. എന്റെ ട്രൂപ്പ് പൊളിയുകയും ചെയ്തു. അയ്യോ, വലിയ കഷ്ടമായി. ഓരോരുത്തരുടെ വിധി അല്ല, എന്ത് പറയാന്? സാർ എന്നെ രക്ഷിക്കണം. എങ്ങനെ? ഉഷയുടെ ട്രൂപ്പിന്റെ മാനേജറായി എന്നെ നിയമിക്കണം. അയ്യോ, ഞങ്ങൾ പുതിയ ഒരു മാനേജരെ നിയമിച്ചല്ലോ. അറിഞ്ഞില്ലേ? ചങ്ങരൻകുട്ടി. എന്താ സാർ? അല്ല സാറോ? താൻ സാറെന്നൊക്കെ വിളിക്കുന്നത്? അല്ലെ, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. ആ, സാർ ഉപകാരം ചെയ്യണം. സൗകര്യം വരുമ്പോ ചില ബുക്കിംഗ് എങ്കിലും തന്നാ മതി. എന്താ പറയാ ചങ്ങരൻകുട്ടി? അത് ശ്രീകുമാർ സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാം. ആ, അതാ അതിന്റെ ശരി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാൻ. സാർ ശ്രീകുമാർ സാറിന് ഇന്നൊന്ന് കണ്ടേരെ. ശരി ശങ്കരകുട്ടി, കണ്ടു നോക്കാം. ഹലോ. ഉഷേ, ഞാൻ എത്രയോ പ്രാവശ്യം ഉഷയുടെ പുതിയ വീട്ടിലും പഴയ വീട്ടിലും വന്നു. ഒരിക്കലെങ്കിലും ഉഷ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതിന് ചേട്ടൻ വിളിച്ചില്ലല്ലോ. വിളിക്കണം. വിളിക്കണം. ആ, ശരി, വിളിച്ചിരിക്കുന്നു. ശരി, വരാം. എപ്പോ? നാളെ. ആ, താങ്ക് യു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വരില്ലെന്ന് വിചാരിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. പഴയ വീടാണ്. പക്ഷേ
മാന്യതയുള്ള വീടാണ്. സമ്മതിച്ചു. പക്ഷേ ഞാൻ അത്ര വലിയ മാന്യനൊന്നുമല്ല കേട്ടോ. വരൂ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. വീട് മനോഹരമായിരിക്കുന്നു. താങ്ക് യു. വരൂ. ഇത് ഞാനായിരിക്കും. ചിത്രം വരയ്ക്കുമോ? വരയ്ക്കും, പക്ഷെ ഇപ്പോഴില്ല. അപ്പോ ഇത് വർഷങ്ങൾക്കും വരച്ചതാണ്. അപ്പോ ഈ ചിത്രം എന്റേതല്ലേ? ഇത് ആർക്ക് ചിത്രമാണ്? എന്റെ ഭാര്യയുടെ. അവരെവിടെ? മരിച്ചുപോയി 6 വർഷങ്ങൾക്ക് മുമ്പ്. ആ ദുഃഖം ഞാൻ മറന്നു തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഉഷയെ കണ്ടുമുട്ടിയത്. ആദ്യം ആ രൂപസാദൃശ്യമായിരുന്നു എന്നെ ആകർഷിച്ചത്. അന്ന് ഉഷ എന്നോട് പറഞ്ഞില്ലേ, ചേട്ടൻ എനിക്കൊരു പുതിയ ജീവിതം തന്നുവെന്ന്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഉഷ എനിക്കൊരു പുതിയ ജീവിതം തരാമോ? ചോദിച്ച് തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ചേട്ടനോട് ഞാൻ നന്ദി പറയേണ്ടതാണ്. പക്ഷേ എന്താണ് പക്ഷേ? എനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ വയ്യ. കാരണം അതൊരു നീണ്ട കഥയാണ്. എനിക്ക് കഥ കേൾക്കണ്ട, ഒരു മറുപടിയേ വേണ്ടൂ. യെസ് ഓർ നോ. നിർബന്ധിക്കരുത്. എന്റെ കഥ ആദ്യം കേൾക്കൂ. ഇപ്പോഴല്ല, ഇനി ഒരിക്കൽ. ഹലോ ഉഷ, ഇത് ഞാനാണ്. എന്താ ചേട്ടാ? യെസ് ഓർ നോ. മറുപടി നാളെ. താങ്ക് യു. ഇരിക്കൂ ഉഷേ, ചായ കുടിക്കൂ. വേണ്ട ചേട്ടാ. ഞാൻ ചോദിച്ചതിന് ഉഷ ഇതുവരെ മറുപടി പറഞ്ഞില്ല.
ഉഷ എന്താ ഒന്നും മിണ്ടാത്തത്? മറുപടി ഇതിലുണ്ട്. ഇത് എന്റെ കഥ. കഥ വായിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചേട്ടനല്ലേ പറയേണ്ടത്? എന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഉഷ എന്ന് പറയും, അതാണ് എനിക്കറിയുന്നത്. യെസ് ആർ നോ? അപ്പൊ ഇനി ഈ ബിസിനസ് സംസാരിക്കാമല്ലോ. ബിസിനസ്സോ? അതെ, ഇക്കാര്യം ഉഷയുടെ അച്ഛനോടും അമ്മയോടും പറയണം. സമ്മതം വാങ്ങണം. വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം. അച്ഛനും അമ്മയും ഗുരുവായൂർ തൊഴാൻ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞു വരൂ. കണ്ടോ, അപ്പോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അതിനിടയിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിട്ട് വിവാഹം കഴിഞ്ഞാൽ ഒരു ലോങ് ലീവ് വേണമല്ലോ. അതെ, ഞാൻ തന്നെ. നിങ്ങൾ എന്തിനോട് വന്നു? ഉഷയെ കാണാൻ. എന്നെ വഞ്ചിച്ച് എന്റെ ജീവിതം തകർത്ത ശേഷം വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുകയാണോ? നിങ്ങൾ മനുഷ്യനല്ല, മൃഗമാണ്. എന്നെ മൃഗമെന്നോ പിശാചെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അതെല്ലാം ഞാൻ അറിയിക്കും. പക്ഷേ എനിക്ക് ഉഷയോട് ചില സംസാരിക്കാനുണ്ട്. ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. ഞാൻ പഴയ ഉഷയല്ല. നിങ്ങളെക്കാൾ യോഗ്യനും മാന്യനുമായ ഒരു നല്ല മനുഷ്യന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഞാൻ. പ്ലീസ് ഗെറ്റ് ഔട്ട്. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഉഷ കേൾക്കണം. വേണ്ട, നിങ്ങളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കേട്ടേ കഴിയും. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു ഭാര്യയും കുടുംബമില്ലേ നിങ്ങൾക്ക്? ഭാര്യ, കുടുംബം. യു ആർ മിസ്റ്റേക്കൺ. എനിക്കിത് രണ്ടുമില്ല. ഞാൻ ഏകനാണ്. എന്റെ കഥ കേട്ട് കഴിയുമ്പോൾ ഉഷ ചിരിക്കും എന്നെ ഓർത്ത്. ജോലി കിട്ടിയാൽ ഉടനെ കല്യാണമെന്ന് പറഞ്ഞാണല്ലോ നമ്മളന്ന് പിരിഞ്ഞത്. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ബാബു, ഒരു പ്രാവശ്യം ഞാൻ വിധിയായി. ഇനി അത് നടപ്പില്ല. ഞാനൊരു തീരുമാനമെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ ഇവരുടെയും കല്യാണം നടത്തിയിട്ടേ ഞാൻ പോകുമെന്ന്. ഒന്ന് സമ്മതിക്കുമോനെ? അമ്മ ഇതിലിടപെടണ്ട. ഇതെന്റെ സ്വന്തം കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ അമ്മയല്ലേ? അമ്മ പറയുന്നത് നീ അനുസരിക്കില്ലേ? എല്ലാം അനുസരിക്കും. പക്ഷേ ഇത് മാത്രം പറ്റില്ല. അപ്പൊ നീ ആ നൃത്തക്കാരെ കെട്ടും അല്ലടാ? പറയടാ, പറയാ. എങ്കിൽ നീ എന്റെ ശവമായിരിക്കും കാണുന്നത്. ഇത് സത്യം. അമ്മേ, അമ്മേ, എനിക്ക് വേണ്ടി അമ്മ മരിക്കുന്നു. മോനെ, നീ പറയുന്ന സത്യമാണോ മോനെ? അതെ. മോനെ, മോനെ, അമ്മ മരിക്കരുതെന്ന് കരുതി
ഞാൻ അപർണയെ വിവാഹം കഴിച്ചു. പക്ഷേ അമ്മ മരിച്ചു. എപ്പോഴാണെന്നോ? എന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ. ഹലോ ബാബു. You don't like it? Okay. മ്യൂസിക് ഇഷ്ടമാകും. മ്യൂസിക് ഇഷ്ടപ്പെടാത്തവർ മനുഷ്യരാണോ? എന്നെ മനുഷ്യനായി കരുതണ്ട. What a joke. ഡാൻസ് ഇഷ്ടമായിരിക്കും. I know that. Come on, Babu. Let us dance. ഭയപ്പെടാനൊന്നുമില്ല. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ബാബു. നിങ്ങളൊരു അച്ഛനാകാൻ പോവാണ്. പിന്നീട് ഒരിക്കലും അമ്മയ്ക്ക് കരയേണ്ടി വന്നിട്ടില്ല. അമ്മ മരിച്ചു. ഇന്നെനിക്ക് അമ്മയില്ല, ഭാര്യയില്ല, വീട്, കുടുംബം ഒന്നുമില്ല. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ അലഞ്ഞു. പക്ഷേ അത് മാത്രം കിട്ടിയില്ല. ബാബു, ബാബുവിനോട് എനിക്ക് സഹതാപമുണ്ട്. എല്ലാം മറന്നുകളെ. മറക്കാം, മറക്കണം. അതിനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവിചാരിതമായി അമ്പലത്തിൽ നിന്ന് വരുന്ന ഉഷയെ കണ്ടുമുട്ടിയത്. വിധി എപ്പോഴും എനിക്കെതിരാണല്ലോ. ഉഷേ, നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. ഹലോ. ഉഷേ, എന്താ ബേട്ടാ? ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. ഉഷയുടെ ശബ്ദമൊന്ന് കേൾക്കാൻ. കഥ ഇതുവരെ അവസാനിച്ചില്ല. ബാബു, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു എനിക്ക് തന്നെ അറിയില്ല. നിനക്ക് എന്ത് പറ്റി? നീ ആളാകെ മാറിയിരിക്കുന്നല്ലോ. അതല്ലേ രമേശ് ജീവിതം. ഞാൻ കാരണം
ഉഷയുടെ ജീവിതം പാഴായി പോകുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അവൾ എന്നേക്കാൾ യോഗ്യനായ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു. ആരെ? ശ്രീകുമാറിനെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. നോ, നിന്റെ ജീവൻ തെളിച്ചവൾ രക്ഷപ്പെട്ടെന്നോ? യു ആർ എ ഫൂൾ ബാബു. Forget it. ഓ, വലിയൊരു മഹാമനസ്കൻ. എങ്കിൽ നീ അവരുടെ വയസ്സെന്തിന്? ധൈര്യപൂർവ്വം അവളെയും അവളുടെ റെഡിമെയ്ഡ് കുഞ്ഞിനെ നിനക്ക് സ്വീകരിച്ചുവിടായിരുന്നോ? രമേശ്, ആ, ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ ഇവിടെ വയ്ക്ക്, ഞാനിപ്പോ വരാം. ഹലോ, ചേട്ടൻ, ഞാൻ ഉഷയാണ്. എന്താ ഉഷേ? എനിക്ക് ചേട്ടനോട് എപ്പോൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ ഉഷയുടെ വീട്ടിലേക്ക് വരാം. ശരി. പറയാം. എന്ത് വേണം? എന്നോടാണോ? നിങ്ങൾ പുറത്തു പോകണം. ആ, പോകാം. ആ ശ്രീകുമാറുമായിട്ട് നിന്റെ കല്യാണം ഉറച്ചു നേരിട്ടല്ലോ, നേരാണോ? പറഞ്ഞിട്ടിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ? ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കായിരുന്നു എന്നറിയോ? നിന്നിൽ എന്നെ കണ്ടവനാണ്ടാ ഞാൻ. അവസാനം ഞാൻ സ്നേഹിച്ചൊരു പെണ്ണിനെ. ബാബു, നീ ഒരു മടിയനായതുകൊണ്ട് നീ ഇവളെ സ്നേഹിച്ചു. എന്നിട്ടിപ്പോ എന്തായി? നിന്നെ കഴിഞ്ഞിട്ട് ഇവൾ വലിയൊരു പണക്കാരനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇവിടെ ഞാൻ ബാബു, അയ്യോ, ബാബു, ബാബു, ബാബു. എന്താ ഉഷേ? എന്ത് പറ്റി? ബാബു, ഉഷേ, പോലീസിന് ഫോൺ ചെയ്യും. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറയാനില്ല. അവിവാഹിതനായ ഒരു ചേട്ടൻ സിംഗപ്പൂരിലുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങണം. ഒരു ചടങ്ങിന് വേണ്ടി മാത്രം. മോള് പോയി കാത്തുകൊണ്ട് ഞാൻ പോയി. ഉഷേ, ഉഷയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എങ്കിൽ ഞങ്ങൾ പോയി കാത്തുകൊണ്ടിരാം. നമ്മളെ മോള് ഭാഗ്യമുള്ളവളാ.
ഇപ്പോഴെങ്കിലും ഒരാളെ ഒന്ന് വിശ്വസിച്ചല്ലോ. നോക്ക് നോക്ക്, എന്റെ വിശ്വാസം ഇതുവരെ തെറ്റിയിട്ടില്ല. ഇത് പോലീസ് കണ്ട ശിവകുമാറിനെ കണ്ടപ്പോഴേ എനിക്ക് വിശ്വാസം. എനിക്ക് തോന്നിയില്ലേ? വാ, കാപ്പി എടുക്കാം. ചേട്ടാ, വിവാഹ സാരി ഇഷ്ടമായോ? വളരെ ഇഷ്ടമായി. ഇതെനിക്ക് തിരിച്ചു തരണം. ഞാൻ സിംഗപ്പൂരിൽ പോകുന്നതിനോ. പിന്നെന്തിനാ ഇപ്പൊ തന്നത്? അത് ഈ കഥ മുഴുവനും എഴുതണം. ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എഴുതണം. എന്തിനാണ്? അത് എന്റെ ഒരു ആഗ്രഹമാണ്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വായിച്ച് രസിക്കാമല്ലോ. പിന്നെ ഉഷ ഒരു വലിയ സാഹിത്യകാരി കൂടിയാണല്ലോ. മുഖസ്തുതി ഒന്നും വേണ്ട, ഞാൻ എഴുതാം. ഇരിക്കൂ ഉഷ. അപ് ടു ഡേറ്റ്? അപ് ടു ഡേറ്റ്. ആ, ഒന്ന് മാത്രം എഴുതാൻ വിട്ടുള്ളൂ. ആ, അവസാനമായി ശുഭമെന്ന് എഴുതണ്ടേ? അത് ചേട്ടൻ എഴുതിയാ മതി. Alright. ഇപ്പോഴില്ല. ഓ, കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം മംഗളം ശുഭം എന്നാണല്ലോ. ചേട്ടാ, നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? കാലത്ത് കൃത്യം 9:30 മണിക്ക്. സിംഗപ്പൂരിന് വരുമ്പോ ചേട്ടനെ കൊണ്ടേ വരാവൂ. പിന്നല്ലാതെ. കഴിഞ്ഞ വിവാഹത്തിന് ചേട്ടനെതിരായിരുന്നു, അതുകൊണ്ട് വന്നില്ല. പക്ഷെ ഇത്തവണ തീർച്ചയായും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എന്റെ ചേട്ടന്റെ സാന്നിധ്യത്തിൽ ഉഷയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. ഉഷയുടെ വീടല്ലേ? അതെ, ഞാൻ ഉഷയാണ്. ഞാൻ ശങ്കർ, ശ്രീകുമാറിന്റെ ചേട്ടനാണ്. കാലത്ത് കണ്ടപ്പോ എനിക്ക് ഉഷയെ മനസ്സിലായില്ല. ഐ എം വെരി സോറി. സാരമില്ല. ഉഷയുടെ കഥ ഞാൻ വായിച്ചു. അത് തിരിച്ചു കണ്ടേ? വേണമെന്നില്ല. അതിനല്ലേ കാലത്ത് വന്നത്. ഉഷയെപ്പോലൊരു കലാകാരി ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. ദുഃഖം മറക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഉഷ നൃത്തം ചെയ്യണം. നൃത്തമോ? അതെന്നെ അവസാനിച്ചു. ഒരിക്കൽ ചിലങ്ക കെട്ടിയാൽ പിന്നെ ആടിയേ തീരൂ. ഉഷയെപ്പോലൊരു കലാകാരി ഇങ്ങനെ പറഞ്ഞാൽ നോക്കൂ ഉഷ, ജീവിതം പോലെ തന്നെയാണ് നൃത്തം. ഒരിക്കൽ ചിലങ്ക കെട്ടിയാൽ പിന്നെ ആടിയേ തീരൂ. ഉഷയ്ക്ക് മതിയായാലും ഞങ്ങൾ ആരാധകർക്ക് മതിയാവണ്ടേ? ഉഷ നൃത്തം ചെയ്തേ പറ്റൂ. അയ്യോ, അങ്ങനെ പറയരുത്. ഈ ഐശ്വര്യം ഉഷ എന്ന കലാകാരിക്ക് ലഭിച്ച അംഗീകാരമാണ്.